വാളയാർ കേസ് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ്. ആദ്യം പോലീസ്, പിന്നീട് ക്രൈംബ്രാഞ്ച്, പിന്നീട് CBI 1 ആൻഡ് CBI 2. ആദ്യം അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള CBI അത് അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് പോകുന്നു. അതിനുശേഷം അന്വേഷണ ടീമിനെ മാറ്റുന്നു, ഉമ CBI 2. പക്ഷേ ഇതാ ഒടുവിൽ അച്ഛനും അമ്മയും പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് പൗർണമി, എന്താണ് ഇതിൽ തനിക്ക് തോന്നുന്നത്? അതായത് ശാരിക, 2017 ഈ ഒരു സംഭവം നടക്കുന്നത്. ആ കാലഘട്ടം മുതൽ പല രീതിയിലുള്ള പല ആളുകൾ അന്വേഷണം നടത്തി വരികയായിരുന്നു. ആ സാഹചര്യത്തിലുള്ള ഈ വാർത്തകൾ നിറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അവരവരുടെ അഭിപ്രായങ്ങൾ അവിടെ പോസ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കുറേ കമൻസിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ ആദ്യമേ തന്നെ ഈ വാർത്തകൾ നിറയുന്ന കാലഘട്ടത്തിൽ അമ്മയും അച്ഛനെയും സംശയിക്കപ്പെടണം, അല്ലെങ്കിൽ അവരും പ്രതികളാണ് എന്നുള്ള തരത്തിലുള്ള ആർക്കും അത് മനസ്സിലാവും എന്നൊക്കെ പറയുന്ന പഴയ കമന്റുകൾ കണ്ടു. പക്ഷെ അന്നൊന്നും അതിനൊരു വ്യക്തതയില്ലായിരുന്നു. ഇതിപ്പോൾ പ്രധാനമായും ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഈ സംഭവം, അതായത് 2 കുട്ടികളും മരിക്കുന്ന അല്ലെങ്കിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുന്ന ആ ഒരു സംഭവം ഇവർ നേരിട്ട്, അച്ഛനും അമ്മയും നേരിട്ട് കണ്ടു എന്നുള്ള മൊഴി ഇവർ പോലീസിൽ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ CBI നൽകിയിട്ടുണ്ട്. അത് നൽകുന്നതിന് മുമ്പ് തന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊലപാതകം അല്ലെങ്കിൽ ഈ മരണം സംഭവിച്ചിട്ട് ഇവർ ഒരുപാട് വൈകിയാണ് ഈ കാര്യം പോലീസിൽ ഈ വിവരം അറിയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ദുരൂഹതകൾ ഏറെയുള്ള ഒരു കേസാണിത്. ആ ഒരു സാഹചര്യമൊക്കെ പരിഗണിച്ചാണ് ഇവരിലേക്ക് അന്വേഷണം, അല്ലെങ്കിൽ ഇവരും പ്രതിപട്ടികയിലായത്. ഇത് ഒരുപാട് താമസിച്ചു എന്നാണ് പൊതുവേ ഉള്ള അഭിപ്രായം. അതായത് അന്നും എനിക്കൊന്ന് പൗർണമി പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അന്നും അഭിപ്രായം, ഈ ഒരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം നോർമൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ റേപ്പ് കേസുകൾ നടക്കുന്നുണ്ട്, കുട്ടികളെ കൊല്ലുന്നവരുണ്ട്. കുട്ടികളെ, തന്റെ മകളെ കൊന്നവനെ കാത്തിരുന്ന് പൊട്ടക്കിണറ്റിൽ വെടിവെച്ച് കൊന്ന അച്ഛന്മാരുള്ള നാടാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശാരീരികം ഒന്ന് ആലോചിക്കുക. അതായത് 2017 ജനുവരി 13 ഈ മൂത്ത കുട്ടി 13 വയസ്സുള്ള മൂത്ത കുട്ടി മരിക്കുന്നത്. അതിനുശേഷം 52 56, അതായത് മാർച്ച് 4 രണ്ടാമത്തെ കുട്ടി മരിക്കുന്നത്. ഇവർ 2 പേരും തൂങ്ങി മരിച്ചു എന്നുള്ള വാർത്ത. അതാണ് അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം. ഡൈജസ്റ്റ് ആവും. അതായത് തൂങ്ങി മരിക്കുന്ന ഇവര് മുകളിൽ ഏറ്റവും ഉത്തരത്തിലാണ് തൂങ്ങി മരിച്ചിരിക്കുന്നത്. അവരുടെ കുഞ്ഞുങ്ങളുടെ പൊക്കം വെച്ച് നോക്കുമ്പോഴോ അവരുടെ വയസ്സ് വെച്ച് നോക്കുമ്പോഴോ അവർക്ക് തനിയെ അത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നാണ് അനുമാനം. അപ്പൊ ഇതൊന്നും CBI കണ്ടിട്ടില്ലേ? അതോ ഈ പറഞ്ഞ മൂന്നാമതൊരാളുടെ നാലാമതൊരാളുടെ സഹായം ഇല്ലാതെ ഇതെങ്ങനെ ഇത് കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന പലവട്ടം, അതായത് ഈ ഇതിനെ വിദഗ്ധർ പറയുന്ന, അല്ലെങ്കിൽ ഇതിലെ അന്വേഷണ നിരീക്ഷകർ പറയുന്ന അഡ്വക്കേറ്റ്സ് ഇതിനൊപ്പം ഇറങ്ങി പുറപ്പെട്ട, നീതി കിട്ടണമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട അഡ്വക്കേറ്റ്സ് വരെ പറയുന്നത്, സാധാരണക്കാരന്, കേട്ടിരിക്കുന്ന സാധാരണക്കാരന് വരെ തോന്നും ഇത് ഉറപ്പായിട്ടും ഒരു കൊലപാതകം തന്നെയാണ്, പീഡിപ്പിക്കപ്പെട്ടത്. ശാരിക, ഇതിന്റെ നാൾ വഴികൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതായത് 7 പ്രതികളാണ് ഈ കേസിലുള്ളത്. അതിൽ 2 പേര് ഈ കുട്ടിയുടെ അമ്മയുടെ ബന്ധുക്കളാണ്. അപ്പൊ സംശയാസ്പദമായ സാഹചര്യങ്ങളും ദുരൂഹതകളും ഏറെയുള്ളൊരു കേസാണിത്. അതിനുശേഷം പിന്നീട് 2 കുട്ടികളും ആത്മഹത്യ തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ഈ പ്രതികളെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ്, അദ്ദേഹം ഈ കീഴ്ക്കോടതി ജഡ്ജിക്ക് തെറ്റ് പറ്റിയെന്ന് തുറന്നു പറയുന്ന ഒരു സാഹചര്യം, അമ്മയെ പ്രതിപട്ടികയിൽ ചേർക്കണം എന്ന് പറഞ്ഞ സാഹചര്യം, അതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ ഹരീഷിനെതിരെ സംസാരിച്ചിരുന്നു, അയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കടന്നുപോയി ഇപ്പം 4 അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 2020 അല്ലെ 19 തോന്നുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായത്. അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് ആ കാര്യങ്ങളെല്ലാം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കേസ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം വേറൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്മ അല്ലെങ്കിൽ ഈ പേരൻസ് തന്നെയാണ് CBI അന്വേഷണം ഈ കേസിൽ വേണമെന്ന് പറഞ്ഞത്. ഇപ്പൊ അവർക്കെതിരെ തന്നെയാണ് ഈ CBI കുറ്റപത്രം. ശരിക്കും പറഞ്ഞാൽ പൗർണമി ഒരു സിനിമാ കഥ പോലെ തോന്നല്ലേ? ശരിക്കും പ്രതികളായ സംശയിക്കപ്പെടുന്ന ആൾക്കാർ, പണ്ടത്തെ എനിക്കൊന്ന് സേതുരാമയ്യർ CBIയുടെ ഒക്കെ ഫസ്റ്റ് പാർട്ട്, പ്രതികളായി സംശയിച്ചിരുന്ന ആൾക്കാർ അവർ തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കുന്നു. ഒടുവിൽ CBI വന്നതിന് ശേഷം അവരെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അവരെ തന്നെ പ്രതികളാക്കുന്ന സിറ്റുവേഷൻ. ഇപ്പോൾ ഈ പറയുന്ന പെൺകുട്ടിയുടെ അമ്മയുടെ ഒരു ബൈറ്റ് ഞാൻ കേട്ടിരുന്നു. അവർ വളരെ ഘോരമായി ഏതോടെ കവലിൽ നിന്ന് പ്രസംഗിക്കുന്ന പോലെയാണ് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഏതറ്റം വരെയും പോകും, പരിശോധനയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. പരിശോധനയ്ക്ക് തയ്യാറാണെങ്കിൽ CBI അത് ചെയ്യാതിരിക്കുമെന്ന് പൗർണമിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും. തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കട്ടെ, കള്ളത്തരം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ അങ്ങനെ CBI നമ്മുടെ നിയമത്തെയും അങ്ങനെ കള്ളന്മാരെ നമുക്ക് വിളിക്കാൻ പറ്റില്ല. പാകപ്പഴകൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ആദ്യം സാധാ പോലീസ് അന്വേഷിച്ചു, അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു, അതിനുശേഷം CBI അന്വേഷിക്കുന്നു. ഈ പറയുന്ന സോജന്റെ കാര്യം, സോജൻ IPS അദ്ദേഹത്തിന്റെ കാര്യമൊക്കെ ഇവര് ഘോരം ഈ റിപ്പോർട്ടർ ചാനൽ കിടന്ന് പ്രസംഗിക്കുന്ന നാടകീയ രംഗങ്ങൾ, ഈ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ കൊടുത്തു, അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തതിനെ കുറിച്ച് സത്യാഗ്രഹം നടത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, ആ കഥയും ഇതുമായിട്ട് എന്താ ബന്ധം? ഈ പറയുന്ന പോലെ ഇവർക്ക് ഇതിലൊക്കെ എന്താണ് ഇത്ര താല്പര്യം? തീർച്ചയായിട്ടും ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ CBI രണ്ടാമത് ചുമ്മാ അവർ ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടൊരു കേസാണെന്ന് ഈ CBI സംഘത്തിന് തന്നെ അറിയാം.
അതുകൊണ്ട് തന്നെ അവർ ഉറപ്പായിട്ടും പറയുന്നത്, അവരിപ്പോൾ പൗർണമി സൂചിപ്പിച്ചതുപോലെ പലവട്ടം ഇവർ ഇത് കണ്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അവർ തന്നെ CBIയുടെ മുമ്പിൽ ഇതിനെക്കുറിച്ച് മൊഴി കൊടുക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടല്ലോ ഒന്നിലധികം തവണ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പല കാലങ്ങളിലെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇവർ പീഡിപ്പിക്കപ്പെട്ടുണ്ട്. അല്ലാതെ ആ ദിവസം പീഡനം സംഭവിച്ചു കൊന്നു കെട്ടിത്തൂക്കുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്തതല്ല. അതായത് ആദ്യത്തെ കുട്ടി മരിച്ചപ്പോൾ കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം പേരൻസ് ഒരുക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ തങ്ങളുടെ മകൾ മരിച്ചതിന് നീതി വേണമെന്ന് ഇവർ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ രണ്ടാമത്തെ കുട്ടിയുടെ മരണം സംഭവിക്കില്ലായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു പൗർണമി ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ആദ്യത്തെ കുട്ടിയുടെ മരണം സംഭവിച്ച സമയത്ത് ഇവർ കേസ് കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ എന്തോ ഒരു വാർത്ത ഞാൻ കേട്ടിരുന്നു. ബന്ധുവാണെന്നുള്ളത് ഇവർക്ക് അറിയാം എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ പടരുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അതായത് 2 പേര്, ഈ 7 പ്രതികളിൽ 2 പേര് ഇവരുടെ ബന്ധുക്കളാണെന്നും അതിനകത്ത് പിന്നീട് ഒരാൾ 1-2 പേരും മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? അതെ, 2 പേര് മരിച്ചു. അതായത് 7 പേരുടെ പ്രതിപ്പട്ടികയിൽ 2 പേര് മരണപ്പെട്ടു. ഇപ്പോൾ 5 പേരുടെ പ്രതിപ്പട്ടികയാണ് തയ്യാറാക്കിയത്. അതിൽ പ്രതികളായിട്ട് ചേർത്തിരിക്കുന്ന അച്ഛനെയും അമ്മയും കൂടെ ചേർത്തിട്ടുണ്ട്. അച്ഛനും അമ്മയും ചേർത്തിരിക്കുന്ന കാരണം ഇതാണ്, ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് അറിഞ്ഞിട്ട് പോലീസിനെ അറിയിച്ചില്ല ഒന്ന്. അത് കണ്ടതിന് ശേഷം പോക്സോ കേസ് ചുമത്തിയാണ് അവർക്കെതിരെ കേസ് ചെയ്തിരിക്കുന്നത്. കാരണം ഒന്നുമില്ലാതെ CBI ഇങ്ങനെ പറയുമെന്ന് നമുക്ക് ആരെയും വിധിക്കാൻ അവകാശമില്ല. പക്ഷെ എന്നിരുന്നാലും ഇത്രയും സാധാരണഗതിയിൽ ഈ പറയുന്ന പോലെ റേപ്പിന് ഇരയായിട്ടുള്ള ഒരുപാട് കുട്ടികളുടെ കേസുകൾ, സ്റ്റോറികൾ യൂട്യൂബിൽ വരാറുണ്ട്. അതിനകത്ത് ഈ പറയപ്പെടുന്ന ആൾക്കാർ അവരുടെ മാതാപിതാക്കളെ പോയി സംസാരിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ അവര് തകർന്നടിഞ്ഞ അവസ്ഥയിലാണ്. തീർച്ചയായും എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, പക്ഷെ പൗർണമി ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇവരുടെ അമ്മ അവർ ഒരു തരത്തിലും അവർക്ക് അങ്ങൊരു ലാഞ്ചനയുള്ളതൊന്നുമില്ല. ഏതോ ഒരു പാർട്ടി പ്രവർത്തനത്തിൽ നിന്നുകൊണ്ടും മറ്റേ ഘോരഘോരം പ്രസംഗിക്കുന്ന ഫീലാണ് എനിക്ക് തോന്നിയത്. അതെ, അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സാധാരണയായി 2 മക്കളും ഒരേ രീതിയിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരമ്മയുടെ അല്ലെങ്കിൽ ഒരു അച്ഛന്റെ മാനസികാവസ്ഥ ഇങ്ങനെ ആയിരിക്കും? ഒരിക്കലും അല്ല. കാരണം അവർക്ക് ഒരിക്കലും മാധ്യമങ്ങളെ തന്നെ അവർ അഭിമുഖീകരിക്കുന്നതിനെ വളരെ എന്ന് വെച്ചാൽ അവർ കരഞ്ഞുകൂവി നടക്കണം എന്നല്ല ഞാൻ പറയുന്നത്. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിരിക്കുന്നു. അവരുടെ മനസ്സ് ചിലപ്പോൾ തണുത്തുറഞ്ഞതാവാം, മരവിച്ചതാവാം, അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ പറയുന്നത് പോലെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഈ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു, ഒരു മൊമെന്റിൽ ഒരു കുഞ്ഞിനെ ആവശ്യമില്ലാതെ ഒരു പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങളിലേക്ക് നോക്കിയാൽ മനസ്സിലാകുന്ന അമ്മമാരാണ് ഭൂരിഭാഗം നമ്മുടെ സമൂഹത്തിലുള്ളത്. എല്ലാവരും തന്നെ, എല്ലാ സ്ത്രീകൾക്കും, ഒരു അമ്മയായിട്ടുള്ളവർക്ക് മനസ്സിലാകും തന്റെ കുഞ്ഞിനെ ആവശ്യമില്ലാതെ തൊടുകയോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത രീതിയിൽ നോക്കുകയോ ചെയ്താൽ മനസ്സിലാകും അമ്മമാർക്ക്. അപ്പൊ തന്നെ സഡൻ ആയിട്ട് അവർ പോലീസിനെ അറിയിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെ പ്രതികരിക്കുകയും ചെയ്യും. ഇതൊന്നും അവർ ചെയ്തിട്ടില്ല എന്നുള്ളത് ഇതിൽ സംശയം വർദ്ധിപ്പിക്കുന്നു. തീർച്ചയായിട്ടും കുറ്റപത്രം സമർപ്പിക്കട്ടെ. CBI ഇതിന്റെ ഉറപ്പായിട്ട് ഒരു കൺക്ലൂഷൻ എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്ത് പറഞ്ഞാലും നിഷ്കളങ്കരായ വെറും 13ഉം 9ഉം വയസ്സുള്ള കുട്ടികളാണ് ഇങ്ങനെ മരണപ്പെട്ടിരിക്കുന്നത്. അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട് കൊന്നുകെട്ടി തൂക്കിയതാണോ ആത്മഹത്യ ചെയ്തതാണോ എന്ന് കാലം എന്തായാലും തെളിയിക്കും. അതിന് നിയമസംഹിത കൂട്ടുനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.